friends, welcome to Sri's Kids World. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കറിൽ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വേവിച്ചെടുത്ത ബീഫ് നമ്മൾ ഇതുപോലെ വാർത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളം, ആ സ്റ്റോക്ക് വാട്ടർ നമ്മൾ കളയാൻ പാടില്ല. അത് ലാസ്റ്റ് കറിയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന സവാള, ഞാനിവിടെ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്, 2 മീഡിയം സൈസ്. പിന്നെ കറിവേപ്പില, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതെല്ലാം ആവശ്യത്തിന്. പിന്നെ നമുക്ക് വേണ്ടത് കാഷ്യൂനട്ട് അരച്ചെടുത്തതാണ്. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. ഇത് ഒരു 1/2 മുറി തേങ്ങയുടെ പാലാണ്. പച്ച കാന്താരി അരച്ചെടുത്തതാണ്. ഞാനിവിടെ 1/2 കിലോ ബീഫിന് ഏകദേശം ഇത്രത്തോളം വലുപ്പമുള്ള 15ഓളം കാന്താരി എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഈ കറിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി വേണ്ട പൊടികൾ: 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി. പാൻ അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക്, ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാള ഒരുവിധം വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഇനി നമുക്കിതിലേക്ക് കാന്താരി അരച്ചത് ചേർത്ത് കൊടുക്കാം. എരിവ് കുറച്ചുകൂടി ആവശ്യമുള്ളവർക്ക് കാന്താരി മുളകിൻ്റെ എണ്ണം കൂട്ടാം. ഞാനിവിടെ കുട്ടികൾക്ക് കൂടി കൊടുക്കുന്നത് കൊണ്ടാണ് ഇത്ര എടുത്തത്. അത് ചേർത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് കശുവണ്ടി അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്റ്റോക്ക് വാട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്.
കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പാകമായിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഒരു വെറൈറ്റി ബീഫ് കറി ഇഷ്ടപ്പെടുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം, ഇടിയപ്പം, പൊറോട്ട തുടങ്ങിയവയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ്. Wow, super taste. ശ്രീകുട്ടാ, അങ്ങനെയല്ല പൊറോട്ട ബീഫും കഴിക്കേണ്ട. ഈ പൊറോട്ട ഇങ്ങനെ എടുത്തിട്ട് ചെറിയ കുഞ്ഞ് പീസ് ബീഫ് എടുക്കുക. എന്നിട്ട് ഞാൻ ഈ കറിയിൽ ഇങ്ങനെ മുക്കിയിട്ട് പൊറോട്ട നല്ല അങ്ങ് വായിൽ വയ്ക്കണം. എങ്ങനെയുണ്ട്? Super taste. അടിപൊളിയാണ്. ഞാൻ ഇങ്ങനെ ഒരു പൊറോട്ട ഒരു ബീഫ് എടുത്ത് കുഞ്ഞ് ബീഫ് എടുത്ത് ആക്കി അന്നു അത് അടിപൊളി അടാറായില്ല. അപ്പത്തിനൊക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ Please like, share and subscribe. Thank Bye you. bye.